നമസ്കാരം. ഇറാൻ ഇസ്രായേൽ സംഘർഷം ലോകത്തെ ഭീതിയിലാഴ്ത്തി അതിരൂക്ഷമാകുന്നു. ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1097 പിന്നിട്ടതായിട്ടാണ് മനുഷ്യാവകാശ സംഘടനകൾ വ്യക്തമാക്കുന്നത്. വ്യോമാക്രമണത്തിൽ ടെഹ്റാനിലെ സുരക്ഷാ ആസ്ഥാനങ്ങളും പ്രധാന കെട്ടിടങ്ങളും തകർന്ന് തരിപ്പണമായി. 5 ദിവസമായി തുടരുന്ന ആക്രമണത്തിലാണ് മരണസംഖ്യ 1000 പിന്നിട്ടത്. കൊല്ലപ്പെട്ട ഇറാൻ പരമാധികാരി ആയത്തുള്ള ഖമീനിയുടെ സ്മരണാർത്ഥം നടത്താനിരുന്ന ചടങ്ങുകൾ മാറ്റിവെച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച 10 ഡ്രോണുകളും 2 ക്രൂസ് മിസൈലുകളും തടഞ്ഞതായി ഖത്തർ വ്യക്തമാക്കി. 3 മിസൈലുകളും 121 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി UAE അറിയിച്ചു. ഇറാഖിന്റെയും സിറിയയുടെയും വ്യോമാതിർത്തിയിലൂടെ കടന്നുപോയ ഇറാനിൽ നിന്നുള്ള മിസൈൽ നാറ്റോയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായി തുർക്കി അറിയിച്ചു. ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ തുടർന്ന് മാറ്റിപ്പാർപ്പിക്കപ്പെട്ട 65,000 പേർ ഷെൽട്ടറുകളിൽ രജിസ്റ്റർ ചെയ്തതായി ലബനൻ മന്ത്രി അൽ ജസീറയോട് വെളിപ്പെടുത്തി. ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ദീർഘകാല യുദ്ധത്തിന് തയ്യാറാണെന്നും തങ്ങളുടെ പക്കലുള്ള ഏറ്റവും അത്യാധുനിക ആയുധങ്ങൾ ഇതുവരെ പുറത്തെടുത്തിട്ടില്ലെന്നും ഇറാൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെ US എംബസിക്ക് പിന്നാലെ ദുബായിലെ US കോൺസുലേറ്റിന് നേരെയും ആക്രമണ ശ്രമം ഉണ്ടായി. ദുബായിൽ തീപിടുത്തമുണ്ടായെങ്കിലും ആളപായമില്ല. ഇറാൻ വിക്ഷേപിച്ച 100 കണക്കിന് ഡ്രോണുകളും മിസൈലുകളും ഖത്തർ, UAE, ഫ്രാൻസ്, തുർക്കി എന്നീ രാജ്യങ്ങൾ വെടിവെച്ചിട്ടു. UAE ലക്ഷ്യമിട്ടെത്തിയ ഡ്രോണുകളെ ഫ്രഞ്ച് റഫാൽ വിമാനങ്ങളാണ് തകർത്തത്. UAE ലക്ഷ്യമിട്ട ഇറാൻ ഡ്രോണുകളെ റഫാൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടതായി ഫ്രാൻസ് വ്യക്തമാക്കിയിരുന്നു. സഖ്യരാജ്യങ്ങളെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഫ്രാൻസ് വിദേശകാര്യമന്ത്രി പറഞ്ഞു. എത്ര ഡ്രോണുകളാണ് വെടിവെച്ചിട്ടതെന്ന് വ്യക്തമല്ല. സുരക്ഷാ പ്രശ്നമുള്ളതിനാൽ ലാഹോർ, കറാച്ചി കോൺസുലേറ്റുകളിലെ അത്യാവശ്യ വിഭാഗത്തിലല്ലാത്ത ജീവനക്കാരോടും കുടുംബാംഗങ്ങളോടും രാജ്യം വിടാൻ US നിർദ്ദേശിച്ചു. ഇസ്ലാമാബാദിലെ US എംബസിയുടെ പ്രവർത്തനത്തിൽ മാറ്റമില്ല. സുരക്ഷാ ആശങ്കകൾ മുൻനിർത്തി സൗദി അറേബ്യ, ഒമാൻ, സൈപ്രസ് എന്നിവിടങ്ങളിലെ കോൺസുലേറ്റ് ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും രാജ്യം വിടാൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അനുമതി നൽകിയിട്ടുണ്ട്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവിന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനിരിക്കെ കടുത്ത മുന്നറിയിപ്പ് ഇതിനിടയിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നൽകിയിരുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി വധിക്കപ്പെടാനുള്ള ലക്ഷ്യമായിരിക്കുമെന്നാണ് അദ്ദേഹം സമൂഹമാധ്യമമായ Xൽ കുറിച്ചത്. ഇസ്രായേലിനെ നശിപ്പിക്കാനും അമേരിക്കയും സ്വതന്ത്ര ലോകത്തെയും ഭീഷണിപ്പെടുത്താനും ഇറാനിയൻ ജനതയെ അടിച്ചമർത്താനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ ഇറാനിലെ ഭീകര ഭരണകൂടം നിയമിക്കുന്ന ഏതൊരു നേതാവും വധിക്കപ്പെടാനുള്ള തങ്ങളുടെ ലക്ഷ്യമായിരിക്കുമെന്നും കാറ്റ്സ് കുറിച്ചു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള ഖമീനിയുടെ പിൻഗാമിയായി രണ്ടാമത്തെ മകൻ മുജ്തബ ഖമീനിയെ തിരഞ്ഞെടുത്തതായി ചില ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അടുത്ത പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കും വരെ 3-അംഗ സമിതിക്കാണ് ഭരണത്തിന്റെ ചുമതല. മതപണ്ഡിതൻ ആയത്തുള്ള അലി റിസ റാഫിയെ 3-അംഗ പരമോന്നത സമിതിയിലേക്ക് ഇറാൻ നിയോഗിച്ചിരുന്നു. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, നീതിന്യായ പണ്ഡിതൻ ഗുലാം ഹുസൈൻ മെഹ്സനി ഇസൈ എന്നിവരായിരുന്നു മറ്റംഗങ്ങൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ കുവൈത്തിൽ മിസൈൽ അവശിഷ്ടങ്ങൾ തറച്ച് പെൺകുട്ടി കൊല്ലപ്പെട്ടു. ജനവാസ മേഖലയിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണതിനെ തുടർന്ന് 11 വയസ്സുകാരി മരിച്ചതായിട്ടാണ് ആരോഗ്യ മന്ത്രാലയ വക്താവ് അറിയിച്ചത്. ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും പരിക്കുകൾ ഗുരുതരമായതിനാൽ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയെന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽസന്ത് പറഞ്ഞു. പെൺകുട്ടിയുടെ അമ്മയുൾപ്പെടെ കുടുംബത്തിലെ 4 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കൺട്രോൾ റൂം തുറന്നു. രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് പ്രവർത്തനം. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ഒരു നീണ്ട യുദ്ധത്തിന് ഇറാൻ തയ്യാറാണെന്നും ഇതുവരെ അത്യാധുനിക ആയുധങ്ങൾ പ്രയോഗിച്ചിട്ടില്ലെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ യുദ്ധത്തിനായി ആസൂത്രണം ചെയ്തതിനേക്കാൾ കൂടുതൽ കാലം പ്രതിരോധിക്കാനും ആക്രമണാത്മക പ്രതിരോധം തുടരാനുമുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന് മന്ത്രാലയ വക്താവ് റസ തലൈനിക് പറഞ്ഞു. ഞങ്ങളുടെ എല്ലാ നൂതന ആയുധങ്ങളും ഉപകരണങ്ങളും ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉപയോഗിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുബായിലെ US കോൺസുലേറ്റിന് നേരെയുണ്ടായ ആക്രമണ ശ്രമത്തിൽ കോൺസുലേറ്റിന് സമീപമുള്ള പ്രദേശത്ത് നിന്ന് പുക ഉയരുന്നതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. തീപിടുത്തം നിയന്ത്രിക്കാൻ സാധിച്ചതായി ദുബായ് അധികൃതർ സ്ഥിരീകരിച്ചു. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആളപായമില്ല. നേരത്തെ സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെ US എംബസിക്ക് നേരെയും ആക്രമണം നടന്നിരുന്നു.